ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ എന്റെ തൊണ്ടയൊക്കെ ശരിയായി വരുന്നുള്ളൂ. നമ്മുടെ പാക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ പോകുന്ന സമയം വരും. നാളെ രാവിലെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞിട്ടില്ല. ബാഗ്, ഷോൾഡർ ബാഗ് തൂക്കാനുള്ളത് അതൊക്കെ നേരം വരെ ഉണ്ടാവും. ചെറിയ ചെറിയ പാക്കിംഗ് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത്. അപ്പൊ ഇനി ഞങ്ങള് ഒന്ന് കടയിലേക്ക് ഒന്ന് പോകണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. മെഹന്തി ഇടുന്നൊരു ആഗ്രഹം. അപ്പൊ മെഹന്തി കൈമ മെഹന്തി ഒന്ന് ഇടണമെന്ന് കുറെ നാളായി ആഗ്രഹം പറയണത്. സണ്ണി വീഡിയോ ഒക്കെ വന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അവസാനമായിപ്പിക്കും ടൈം കിട്ടിയില്ല, അപ്പൊ വിട്ടു. അപ്പൊ ഇനിയിപ്പോ ഹോളിഡേയ്സ് പോകും. പിന്നെ ഇവർക്ക് അല്ലാത്തപ്പൊന്നും ഇടാൻ പറ്റില്ല, സ്കൂളിൽ അലൗഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സ്കൂൾ അടച്ചല്ലോ, ഇന്ന് സ്കൂൾ അടച്ചു. അപ്പൊ ഇനിയിപ്പോ ഇടുന്നതിന് കുഴപ്പമില്ല. പിന്നെ മുടി ഒന്ന് ടെമ്പററി സ്ട്രൈറ്റനിങ് ചെയ്യണം. ആ രണ്ട് കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചാണ്. ചെരുപ്പ് വാങ്ങിക്കണം. പിന്നെ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ അസൈൻമെന്റ് എഴുതാനുള്ള ബുക്ക് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടി പോണേ. ഞങ്ങളുടെ കൂടെയുള്ള എല്ലാവരും ഫ്രണ്ട്സ് പോയി കഴിഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ ക്ലിപ്പ് ഇവിടെ ഉൾപ്പെടുത്താൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എല്ലാവരും കൊണ്ടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ആരൊക്കെ ചോദിച്ചായിരുന്നു ശ്രീഷ ടീച്ചർ, പ്രീത ടീച്ചറൊക്കെ പോണതിൻ്റെ ഒക്കെ കാണണം, അവരൊക്കെ പോണതിൻ്റെ വീഡിയോ വേണം. അപ്പോൾ ഞാൻ അവർ പോണ നേരത്ത് എടുത്തായിരുന്നു. മറ്റുള്ളവരിരുന്ന സമയത്ത് എടുത്തില്ല, ഓർത്തുമില്ല, തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാണ്. ശ്രീഷ ടീച്ചർ പോണ വീഡിയോ കാണണം. ഞാൻ ആദ്യം നാട്ടിൽ പോകാട്ടോ. ഷാരിസാർ അവിടെ എത്തി. അപ്പൊ എല്ലാരും അടിച്ചു പൊളിച്ചു പോട്ടോ. സ്വീകരിച്ചു. ഇപ്പൊ തന്നെ റെഡി ആയിട്ട് നിൽക്കണത്. അപ്പൊ എങ്ങനെയാണ് കൊണ്ടുപോകണം? ഇപ്പൊ കുട്ടൻസ് ഉണ്ട്. എന്നതാ ചേട്ടായി ഒരു കാക്കി ഷർട്ട് കൊടുക്കാൻ തോന്നുന്നു. എങ്ങനെയുണ്ട് അത് പറയാം. എന്നിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് പറയാം. എല്ലാവരും പോയി, ഞങ്ങള് മാത്രമായി. ഞങ്ങള് എത്രയാ? 3 ഫാമിലി. ഞങ്ങളും ജോബി നമ്മുടെ രജിസ്റ്റർ ഫാമിലി, സുമ ടീച്ചർ ഫാമിലി, അവരൊക്കെ അതേ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ആകെ 2-3 ഫാമിലി മാത്രമേ ബാക്കിയുള്ളൂ. അങ്കമാലി അവിടെ എന്തെന്നാ നമ്മുടെ എൻഗേജ്മെന്റിന് വരണ്ട നമുക്ക്. അപ്പൊ നമ്മുടെ ജയപ്രകാശ് സാറും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ സുമ ടീച്ചർ വരുന്നു. എന്റെ ദൈവമേ, അതെ ഞാൻ എടുക്കുന്നുണ്ട് വീഡിയോ. ഹായ്, സുമ ടീച്ചറൊക്കെ അതേ ഇവിടെ കുട്ടപ്പത്തിയായിട്ട് റെഡി ആയിട്ട് വന്ന് നിൽക്കുന്നു. എന്റെ ദൈവമേ, നാട്ടിൽ പോകുമ്പോ എന്ത് സന്തോഷം പോകത്തില്ലേ. നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും കാണണം കേട്ടോ ഈ സന്തോഷം. ആണല്ലേ? ഞങ്ങളും ജെസ്സി ടീച്ചറും പിന്നാരുള്ള സുഗുണ ടീച്ചറും നല്ലൊരു യാത്ര ആശംസിക്കുന്നു. അപ്പൊ സേഫ് ജേണി. പിന്നെ നമ്മുടെ ശ്രീഷ ടീച്ചർ ഫാമിലി പോയി. നാട്ടിലെത്തിയ ഉടനെ മണി ഓർഡർ അയക്കാൻ മറക്കണ്ട കേട്ടോ. അതെ, മണി ഓർഡർ വരുന്നു. ഇവിടെ ചിപ്പിക്കുട്ടി അവരും പോവാ. ഇതാണ് നമ്മുടെ ലിജി ടീച്ചർ, സുമ ടീച്ചറിന്റെ യാത്രയെ കൊടുക്കുന്നു. ഇവരൊക്കെ ബൈ ബൈ പറഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതാ ഇവിടെ ഫ്രണ്ട്സിന്റെ കരയണ്ട ചിപ്പി, നീ കരയണ്ട 5 നാളെ രാവിലെ അങ്ങ് എത്തും. ഡോണ്ട് വറി. ഇതാ നമ്മുടെ പ്രീത ടീച്ചർ, റജി സാർ ഇറങ്ങിയിരിക്കുന്നു. റജി സാർ ഇവിടെ കുറെ നേരമായി ലഗേജ് വയ്ക്കലും പിടിക്കലൊക്കെ ആയിട്ട്. പ്രീത ടീച്ചർ ഒന്നും കൂടെ വന്നേ, ഇറങ്ങി വന്നേ.
അത് ശരി. ഇത് നമ്മുടെ പ്രീത ടീച്ചറിന് ലിജി ടീച്ചറുടെ വക ഹാപ്പി ജേർണി. ടീച്ചർ പോകുന്നത് ശ്രീഷ ടീച്ചർ പോകുന്നതൊക്കെ കാണാൻ വയനാട്ടുകാർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണിന്റെ വീഡിയോ സ്പെഷ്യലി എടുക്കണം. ഞാൻ പറഞ്ഞു അഞ്ജലിയോട് ടീച്ചർ പോയപ്പോ എടുത്തായിരുന്നോ? ശ്രീഷ ടീച്ചർ പോയി എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു ബൈ ബൈ പറഞ്ഞിട്ടുണ്ട്. നാളെ വാട്ടർ സ്റ്റൈൽ, ഇന്ന് ഭയങ്കര വാട്ടർ സ്റ്റൈൽ ഞങ്ങൾ കാണാനുള്ള ഞങ്ങൾക്ക് ഇവിടെയോ പൊല്ലേ. ഹാപ്പി സേഫ് ജേർണി. Happy and safe journey. Happy and safe journey. Bye bye. 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 Enjoy the holidays. Sumati Tre, once more happy and safe journey. Bye bye. Bye bye. Bye bye. അതേ ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ല അടിപൊളി പൂവൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഒരു ചെറിയ റോസ് പ്ലാന്റ് മേന്ന് 4 ഫ്ലവർ ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ ഇവിടെ വണ്ടി എടുത്ത് കഴിഞ്ഞു. പോകാം. നല്ല സൂപ്പർ വെയിലാട്ടോ. ഞങ്ങൾ ഈവനിങ്ങിലാണ് ഇറങ്ങിയേക്കണത്. 4 മണിക്ക് ആയിട്ടുണ്ട്. 4 മണി എത്ര മണിയായി? 4:30 കഴിഞ്ഞിട്ടും ഇതേപോലത്തെ വെയിലും ചൂടും ഒക്കെയാണ്. അപ്പൊ ഞങ്ങളിത് എന്ത് ചൂടൊന്നും കുറച്ച് ദിവസം ഒരു ചെറിയൊരു ശമനം ഉണ്ടായിരുന്നു. പാക്കിംഗ് വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, ചെറിയ കാറ്റും മഴയൊക്കെ വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും നല്ല ചൂടും വെയിലൊക്കെ ആയി. പിന്നെന്താ പറയാ, അപ്പോൾ ഇത് ഇവിടെ അടുത്ത് തന്നെ ഒരു പാർലറുണ്ട്. ആ ഒരു പാർലറിൽ പോയിട്ടാണ് അഞ്ജുവിൻ്റെ ഇപ്രാവശ്യം ഞങ്ങൾ ഹെയർ സ്ട്രെയിറ്റനിങ്, ടെമ്പററി സ്ട്രെയിറ്റനിങ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോകണം. അധികം ചുരുണ്ടിരുന്നിട്ടൊന്നും അല്ല കേട്ടോ മുടി. അഞ്ജുവിന് അങ്ങനെ അധികം ചുരുണ്ട മുടിയല്ല. എങ്കിൽ പോലും ഒന്ന് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും പാർലറിൽ വന്ന സ്ഥിതിക്ക് എൻ്റെയും കൂടെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് ടെമ്പററി സ്ട്രെയിറ്റനിങ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇപ്പോൾ ശരിക്കും പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് ചെയ്തിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ വീണ്ടും എൻ്റെ മുടി പഴയ സ്ഥിതിയിലേക്ക് വീണ്ടും മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് സ്ട്രെയിറ്റൻ ചെയ്യാമെന്ന്. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ടെമ്പററി സ്ട്രെയിറ്റനിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് അഞ്ജുവിന് മൈലാഞ്ചി ഇടാനാണ്. അപ്പോൾ അത് നമ്മൾ ഷാലിമാർ മാർക്കറ്റിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ സ്ഥിരം ചുരിദാറുകൾ കാര്യങ്ങളൊക്കെ എടുക്കാനും ഷോപ്പിങ്ങിനൊക്കെ വരുന്ന ആ ഒരു മാർക്കറ്റിൽ. അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇനി അഞ്ജുവിൻ്റെ കൈയൊക്കെ കണ്ടോ നിങ്ങൾ? ഈ രീതിയിൽ കൈ സെറ്റായിട്ടുണ്ട്. പിന്നെ മുടി ജസ്റ്റ് ടെമ്പററി സ്ട്രെയിറ്റനിങ് ചെയ്തു. അപ്പോൾ മുടി ഈ രീതിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അഞ്ജുവിൻ്റെ കഴിഞ്ഞു. അതേപോലെ തന്നെ എൻ്റെയും ജസ്റ്റ് സിംപ്ലി ഒന്ന് ടെമ്പററി സ്ട്രെയിറ്റനിങ് ചെയ്തു. അപ്പോൾ എൻ്റെ മുടി ഈ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് അടിയിൽ നിന്ന് മുടി കട്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ പാർലറിൽ നിന്ന് കട്ട് ചെയ്യണ്ടെന്ന് വെച്ചു. പിന്നെ എപ്പോഴെങ്കിലും സാവധാനം കട്ട് ചെയ്യപ്പോൾ നീളം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടക്കെട്ട് കെട്ടി വയ്ക്കാൻ ഒരു വാല് ചെറുതായിട്ട് വേണം. അപ്പോൾ അതുണ്ടാവില്ല, അതാരണം കൊണ്ട്. പിന്നെ നാട്ടിൽ ചെയ്തിട്ട് സമയം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി 2 വർഷമായി നമ്മൾ പെർമനൻറ്റ് സ്ട്രെയിറ്റനിങ് ചെയ്തിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല. കഴിഞ്ഞ വർഷമൊന്നും പോയില്ല. ഈ വർഷം സമയം കിട്ടുന്ന നേരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി ചെയ്യിപ്പിക്കണമെന്നുണ്ട്. തൊണ്ട ശരിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് കമൻ്റ് ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ വരും ദിവസങ്ങളിലും അതേപോലെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് നാട്ടിൽ ചെന്ന് ഡെയിലി വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. പറ്റിയില്ലെങ്കിൽ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പറ്റുന്ന പോലെ വീഡിയോ ഇടുകയൊക്കെ ചെയ്യാം. തൽക്കാലം നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ.
നാളെ രാവിലെ തന്നെ ഞങ്ങൾ കൊടുത്ത് പുറപ്പെടണം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ബൈ ബൈ.